VPS ലെക്ചർ പ്രസൻസ് SKN40 തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യയിൽ വന്നിരിക്കുകയാണ്. കുട്ടികളെ സ്വാഗതം. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങളുടെ പേര്? ഓക്കെ, ഒരുപാട് പൂക്കളായി, നിങ്ങളെല്ലാം പൂക്കളല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, സന്തോഷം. എങ്ങളുടെ പേര്? മിസാജ്. അപ്പോൾ നമുക്ക് ലക്ഷ്യയിലേക്ക് കയറിയാലോ? ഓക്കെ, അപ്പോൾ ഈ സ്ഥാപനം ഇവിടെ വന്നിട്ട് എത്ര കാലമായി? ലക്ഷ്യയുടെ 15 വർഷമായി ഇവിടെ ലക്ഷ്യ തുടങ്ങിയിട്ട്. കഴിഞ്ഞ 14 വർഷമായിട്ട് തൃശ്ശൂർ റൺ ചെയ്യുന്നുണ്ട്. ലക്ഷ്യ. ഓക്കെ, സന്തോഷം. കഴിഞ്ഞ 10-11 വർഷമായിട്ട് തൃശ്ശൂരുണ്ട്. ലക്ഷ്യ സ്റ്റാർട്ട് ചെയ്തിട്ട് 15 വർഷമായി. അപ്പോൾ സ്ഥാപനം എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. നമ്മൾക്ക് ഏകദേശം 10-30,000 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. തൃശ്ശൂർ ബ്രാഞ്ചിൽ മാത്രം 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് 10,000 കുട്ടികളും ഓൺലൈനായിട്ട് 15,000 കുട്ടികളും പഠിക്കുന്നുണ്ട്. മൊത്തം ഏകദേശം 30,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നതാ. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ പര്യടനത്തിന് 2ാം ദിവസമാണ്. അറിയുന്നുണ്ട് സാർ, കേരളം മൊത്തം നടക്കുന്നതും. അതെ, ശബ്ദമൊക്കെ അടഞ്ഞു തുടങ്ങി. അത് അത്യാവശ്യം ടയർഡായി. ഇല്ല ടയർഡൊന്നും ആവില്ല. ഇല്ല, അപ്പൊ നമ്മുടെ എനർജിക്കൊന്നും ഒരു കുറവ് വരില്ല. 40 വർഷമായിട്ട് തുടങ്ങിയത്. പിന്നെ നമ്മള് ഇനി ഒരു 15 കൊല്ലത്തോടെ ബാല്യം കിടക്കില്ലേ? പിന്നല്ലാതെ. ഹായ്, സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതില്ലേ. കുട്ടി ഏതാ സ്റ്റാഫ് ഏതാന്ന് അറിയാൻ പറ്റില്ല, മനസ്സിലാവുന്നില്ല. കാരണം എല്ലാവരും ചെറുപ്പമാണ് സാറിനെ പോലെ. ഇവിടെ എല്ലാവരും കുട്ടികളാണ്, കുറെ കുട്ടികളുണ്ട്. ഇത് നമ്മള് കംപ്ലീറ്റ് നമ്മളെ സ്റ്റാഫുകളാണ്. എല്ലാവരും സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളെ ലേറ്റ് ആയി. നമ്മളെ പ്രതീക്ഷിക്കാതെ കുറച്ച് അമ്മമാര് ഒരു ഷാപ്പ് അടപ്പിക്കാനുള്ള പരിപാടിക്കകത്ത് വിളിച്ചു കഴിഞ്ഞു. ഓക്കെ സാർ, ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനിയും പ്രോഗ്രാം ഇന്ന് കണ്ടിന്യൂ ഉണ്ട്. അപ്പം ഹലോ, നിങ്ങള് നല്ല ഊർജ്ജമാണല്ലോ. ഓക്കെ, സന്തോഷം. തീർച്ചയായിട്ടും. SKN40 അല്ലേ? ശ്രീകണ്ഠൻ നായർ സാറിന്റെ 40 വർഷത്തെ കരിയറാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. റേഡിയോയിലൂടെ തുടങ്ങി ദൂരദർശനിലെത്തി, നമ്മൾ തമ്മിലൂടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ സുപരിചിതമായ നമ്മൾ തമ്മിലൂടെ കടന്നു. ഇന്ന് ഫ്ലവേഴ്സ് ചാനലും 24 ചാനലും ആയിട്ട് എല്ലാവരും ഇവിടെ 40 എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും നമ്മൾ തമ്മിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മളെ ഉപ്പും മുളകുന്ന പരിപാടിയാണ്. അത് കണ്ടിട്ടാണ് ഞാൻ സാറിന് ഫാനായത്. ഓക്കെ, അപ്പൊ 40 വർഷം വന്നിട്ട് പുള്ളി 40 വർഷം സെലിബ്രേറ്റ് ഉദ്ദേശിച്ച രീതി അത് വളരെ വ്യത്യസ്തമാണ് അല്ലെ. നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടോ വളരെ സെലിബ്രേറ്റിയോ പാർട്ടി ത്രോ ആയിട്ടല്ല. കേരളം മൊത്തം നടന്ന് ലഹരിക്കെതിരെ 40 വർഷം എക്സ്പീരിയൻസ് കൊണ്ട് ലഹരിക്കെതിരെ കേരളം മൊത്തം നടന്ന് അതൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. അത് ഇന്ന് നമ്മുടെ തൃശ്ശൂർ ലക്ഷ്യം വന്നിരിക്കുകയാണ്. നമ്മുടെ കൊച്ചി ബ്രാഞ്ചിലും പോയിട്ടുണ്ടായിരുന്നു സാർ. അപ്പൊ ഇത് കേരളം മൊത്തം പുള്ളി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പൊ ഇന്ന് തൃശ്ശൂർ ബ്രാഞ്ചിലും നമ്മളും കൂടെ സംസാരിക്കാനും, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ തമാശക്ക് പറയായിരുന്നു, നമ്മളിവിടെ ആന്റി ഡ്രഗ് പ്രോഗ്രാം 5 ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഡിബേറ്റ് ഉണ്ടായിരുന്നു. അന്ന് SKN ഞാനായിരുന്നു. അപ്പൊ ഞാനന്ന് തമാശ പറയാൻ സ്റ്റാഫിന് പറയായിരുന്നു, ഇന്ന് ഞാൻ ശ്രീനാഥ് സാർ റോൾ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ദിവസം പുള്ളി വരും എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ സാർ വന്നിരിക്കുന്നതാണ്. അപ്പൊ എന്റെ റോൾ മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം സാറിന്റെ സമയം വളരെ പരിമിതമാണ്. അപ്പൊ സാർ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. സോ സാർ നിങ്ങൾ അഡ്രസ് ചെയ്യും. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചില്ലേ കണക്കായി പോയി. അപ്പൊ ഞങ്ങളൊക്കെ വലിയൊരു യാത്രയിലാണ്. അപ്പൊ നിങ്ങൾക്കറിയുന്ന പോലെ ലക്ഷ്യമാണ് നമുക്ക് വളരെ വളരെ അടുപ്പമുള്ള ഒരു സ്ഥാപനമാണ്. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ഓവർ ലൈനിലെ വളരെ ഒരു സുഹൃത്താണ്. അതിനുവേണ്ടി അദ്ദേഹം നല്ല ചങ്ങാത്തമുള്ള ആളാണ്. ഈസ് എ പ്രൊഫഷണൽ. അതുകൊണ്ട് ഈ സ്ഥാപനം നല്ല പ്രൊഫഷണലായി തുടരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ പോലും ഞാൻ അറിയുന്നുണ്ട് അദ്ദേഹം എത്രമാത്രം അധ്വാനം ചെയ്താണ് ഈ സ്ഥാപനം ഈ നിലയിലൊക്കെ എത്തിച്ചിരിക്കുന്നതെന്ന്. താങ്ക് യു വൺസ് അഗൈൻ മിസ്റ്റർ ഓവർ ലയണൽ. അപ്പൊ ലക്ഷ്യം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാം.
നമ്മളൊരു പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരം നമ്മൾ ആരംഭിച്ച ഒരു യാത്രയുടെ 2ാം ഘട്ടം തൃശ്ശൂർ ജില്ലയിൽ കടന്നപ്പോൾ അതിന് 2ാം ദിവസമാണ് ഇന്ന്. ഇവിടെ ഇരിക്കുന്നവരിൽ കൂടുതലും തൃശ്ശൂർക്കാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ? ഇന്ന് കൈവക്കിയ തൃശ്ശൂർക്കാര്. അപ്പൊ വേറെ കാരെവിടൊക്കെയാ? പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂരുണ്ട്. അപ്പൊ ഇല്ല, കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആണ്, നിങ്ങൾ ഈ നാടിന്റെ നട്ടെല്ലാണ്, ബാക്ക് ബോൺ ആണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മള് സാധാരണഗതിയിൽ AC റൂമിലൊക്കെ വാർത്ത വായിച്ച് പരിചയമുള്ളവരാണ് നമ്മൾ. എന്നാൽ AC മുറിയൊക്കെ വിട്ട് നല്ല അത്യാവശ്യം നല്ല വെയിൽ കൊള്ളാൻ ഇറങ്ങിയതിന് ചില കാരണങ്ങളുണ്ട്. കേരളത്തിലിപ്പം അത്യാവശ്യം. You are watching 24 from Flowers Group.